നെക്സ്റ്റ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ. മീഡിയൻ എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ. മീനും മീഡിയനൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റയാണ് പഠിക്കാൻ പോകുന്നത്. അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ നമ്പറുകളെല്ലാം ഇങ്ങനെ കോമിട്ട് തരില്ലേ, അതാണ് അൺഗ്രൂപ്പ്ഡ്. ഫ്രീക്വൻസി ഇല്ലാതെ കുറേ നമ്പറുകളെല്ലാം ഇതേപോലെ കോമിട്ട് തരുമ്പോൾ നമ്മളതിനെ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഫോർമുല എന്താണെന്ന് പറഞ്ഞുതരാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ നമ്മൾ പഠിച്ചതാണ്, അതിൻ്റെ മീനിങ്ങും നമുക്കറിയാം. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്തായിരുന്നു ഫോർമുല? ഓർത്ത് നോക്കിയേ. ഫ്രീക്വൻസി ഇല്ലാതെ വരുമ്പോൾ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഡിവൈഡഡ് ബൈ എൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ. ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണ്? മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. ഇപ്പോൾ ഇവിടുത്തെ എക്സ് ബാർ മാറിയിട്ട് പകരം എം വന്നു. ഇവിടുത്തെ എക്സ് ബാർ മാറി പകരം എം വന്നു. അതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. അപ്പോൾ റൈറ്റ് സൈഡിൽ ഈ എക്സ് ബാർ മാറിയിട്ട് പകരം എം വരും. അപ്പോൾ ആദ്യം പഠിച്ച ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്കിത് എഴുതാൻ പറ്റും. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ എന്ന് പറഞ്ഞാൽ ഫോർമുല വരുന്നത് ഇങ്ങനെയാണ്. ആ ഫോർമുലയിൽ എക്സ് ബാർ മാറ്റിയിട്ട് എം ആക്കുക. സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എൻ. ഇതാണ് മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ്റെ ഫോർമുല. ഇതുകൊണ്ട് എന്താ മീൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡാറ്റാസ് തരുമ്പോൾ അതിനൊരു മീഡിയൻ ഉണ്ടാവുമല്ലോ, ഏകദേശം സെൻറ്ററിൽ വരുന്നത്. അത് ഓരോ ഡാറ്റാസിൽ നിന്നും ഡീവിയേഷൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. കുറേ നമ്പറുകൾ തന്നാൽ അതിനൊരു മീഡിയൻ ഉണ്ടാവും. ഈ മീഡിയന് ഓരോ നമ്പറിൽ നിന്നും ഡീവിയേഷൻസുകൾ ഉണ്ടാവുമല്ലോ. ആ ഡീവിയേഷൻസിന് എല്ലാത്തിനും ഒരു ആവറേജ് വാല്യൂ ഉണ്ടാവും. ആവറേജ് ഡീവിയേഷൻസ് ഓരോ നമ്പറും മീഡിയനിൽ നിന്ന് ഉള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. ആ ഡിഫറൻസിനൊരു ആവറേജ് ഉണ്ടാവും. ആ ഡിഫറൻസിൻ്റെ ആവറേജ് വാല്യൂ ആണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുല ബൈ ഹാർട്ടാക്കി വെക്കുക. മീൻ ഡീവിയേഷൻ എബൌട്ട് മീഡിയൻ ഫോർ അൺഗ്രൂപ്പ്ഡ് ഡാറ്റ സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എം ബൈ എൻ ആണ്.